തീർച്ചയായിട്ടും വോക്കൽ കോഡ്സിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും. വോക്കൽ കോഡ്സിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ വോയിസിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ചെസ്റ്റ് ബ്രീതിങ്, നെക്ക് ബ്രീതിങ്. സാധാരണ നമ്മൾ ശ്വാസം എടുക്കാൻ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇതെന്താണ് കാര്യം, എന്താണ് സംഭവം, ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞു വരും. ഈ രീതിയിൽ ആണോ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കൂ, നിങ്ങൾ ചെയ്യുന്നത് നെക്ക് ബ്രീത്തിങ് ആണ്. ഒരു വോയിസ് ആർട്ടിസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എയർ ഫില്ലാവേണ്ടത് ലങ്സിലാണ്. എങ്ങനെയാണ് അപ്പോൾ ആക്ച്വൽ ബ്രീത്തിങ് നമ്മൾ ചെയ്യേണ്ടത്? ശരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ആൻഡ് അബ്ഡമിൻ പോർഷൻ മാത്രമേ വികസിക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നോക്കൂ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ആക്ച്വലി ബ്ലോക്ക് ചെയ്യാണ്. നമ്മുടെ എയർ ലങ്സിലേക്ക് പോകുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ സഫീഷ്യന്റ് എയർ നമുക്ക് കിട്ടില്ല. വോക്കൽ കോഡ്സിന് ആവശ്യത്തിന് എയർ ഉണ്ടെങ്കിലല്ലേ നല്ല സൗണ്ടിങ് ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഇത് റിലേറ്റ് ചെയ്ത് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്റെ പ്രോപ്പറായിട്ട് ഞാൻ ബ്രീത്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഞാൻ കൈയോടെ ഷെയർ ചെയ്തതാണ്. ആക്ച്വലി ഞാനത് ആ ടെക്നിക്ക് ഞാൻ പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ അങ്ങനല്ല. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. പ്രോപ്പറായെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ അങ്ങനെ സംഭവിക്കാം. വോയിസ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ.